അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. അതു കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്ന് അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. അതു കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്ന് അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, അറ്റ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാൽ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, അറ്റ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാൽ. ഹക്കാണ് കരഞ്ഞത് ഒരു ഇത്ത മരത്തിൻ തടിയാം. അഷ്റഫുൽ ഖൽഖെന്ന് ഖുതുബക്ക് ചാരിയതറിയാം. ഹക്കാണ് കരഞ്ഞത് ഒരു ഇത്ത മരത്തിൻ തടിയാം. അഷ്റഫുൽ ഖൽഖെന്ന് ഖുതുബക്ക് ചാരിയതറിയാം. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. തടിയതിൽ ചാരി റസൂലിൻ ഖുതുബ, തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. തരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്ക. തടിയതിൽ ചാരി റസൂലിൻ ഖുതുബ, തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. തരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്ക. വാക്കാണ് എനൈ മകനൊരു നജ്ജാർ ആണ് റസൂലേ. ആവിടത്തെ കൊരു മിമ്പറിന് മകൻ തരും പൊന്നൂലേ. വാക്കാണ് എന്നെ മകനൊരു നജ്ജാർ ആണ് റസൂലേ. ആവിടത്തെ കൊരു മിമ്പറിന് മകൻ തരും പൊന്നൂലേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി തരുളാറ്റൽ അതിൽ കയറി ഖുതുബയിൽ മുഴുകി. പഴയ അനഹൽ തടി പുറം തന്നിൽ പൂകി. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി തരുളാറ്റിൽ അതിൽ കയറി ഖുതുബയിൽ മുഴുകി. പഴയ അനഹൽ തടി പുറം തന്നിൽ പൂകിയ സമയം തൊട്ടിത്ത മരം വിതുമ്പിടുന്നേ. മുസമ്മിലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. പൂകിയ സമയം തൊട്ടിത്ത മരം വിതുമ്പിടുന്നേ. മുസമ്മിലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി. കൽബ് പിടഞ്ഞു സ്വഹാബും വഴങ്ങി. നഹല പുണർന്നു മാറിലൊതുങ്ങി.
ഖുതുബ കഴിഞ്ഞ റസൂല് ഇറങ്ങി കൽബ് പിടഞ്ഞ് സ്വഹാബും വഴങ്ങി നഹല പുണർന്നു മാറിലൊതുങ്ങി ചാറഫുറ്റോർ മരത്തിന്റെ തടിമാറിൽ അമർത്തി വെച്ചേ സ്വകാര്യമായി പറഞ്ഞതിൽ കരച്ചിലും അടക്കി വെച്ചേ ഷാറഫുറ്റോർ മരത്തിന്റെ തടിമാറിൽ അമർത്തി വെച്ചേ സ്വകാര്യമായി പറഞ്ഞതിൽ കരച്ചിലും അടക്കി വെച്ചേ ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു അത് കേട്ട സഹബത്തോരടങ്കലും വെളിയിൽ ചെന്ന് അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അസ്സലാമു അലൈക്കും.